ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്ക് വിത്ത് കാത്തു. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസമാണ്. ഇന്ന് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് പാലട പായസത്തിൻ്റെ മിക്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പം പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിലോട്ട് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ പാലും വെള്ളവും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്നത് ചൂടാക്കി എടുക്കണം. അപ്പം ഒന്ന് ചൂടായി വരുന്ന നേരത്തെ വേണം നമ്മൾ ഇതിലോട്ട് പാലടയുടെ ആ ഒരു മിക്സ് പൊട്ടിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ എന്താ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഇതിലോട്ട് പാലടയുടെ മിക്സ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ പാലട പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം മിക്സിൽ തന്നെ കിട്ടും. അതേപോലെ തന്നെ ഏലക്കപ്പൊടിയും ആഡ് ചെയ്യേണ്ട, എല്ലാം കൂടെ ആയിട്ടാണ് ആ മിക്സിൽ കിട്ടുന്നത്. ഇനി ഇതും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ പായസം ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് മിക്സായതിന് ശേഷം ഈ പാലട എല്ലാം ഈ പാലിൽ കിടന്നൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഈ പാല് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം, എങ്കിലേ ഇതൊന്ന് നന്നായിട്ട് കുറുകി കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം എന്താ കണ്ടില്ലേ, നല്ലൊരു ചൂടായി കിട്ടിയിട്ടുണ്ട് പാലും എല്ലാം. ഇപ്പോൾ ഇവിടെ ഏകദേശം പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം പാലട ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയും നമ്മളിതിനെ വറ്റിച്ചെടുക്കണം, എന്നാലേ നന്നായിട്ട് കുക്കായി കിട്ടത്തുള്ളൂ. ഇപ്പം എന്താ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പാലും. ഇപ്പോൾ ഇവിടെ പാലടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് വരാകുമ്പോൾ നമ്മുടെ പാലട പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കാഷ്നട്ടും കിസ്മിസുമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും ഒഴിച്ചതിന് ശേഷം നെയ്യൊന്ന് ചൂടായതിന് ശേഷം വേണം നമ്മൾ കിസ്മിസും കാഷ്നട്ടും ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിസ്മിസും കാഷ്നട്ടും ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അത് നന്നായി വറുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പായസം മിക്സ് ചെയ്തെടുക്കാം. ആ പായസത്തിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യും എത്തുന്ന രീതിയിൽ വേണം നമുക്ക് മിക്സാക്കി കൊടുക്കേണ്ടത്. ഇപ്പം പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.